പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് പ്രിൻസി ജെൻറ്റിൻ. ഞാൻ തലശ്ശേരി അതിരൂപതയിൽ കോളയാട് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 നവംബർ 18-നാണ്. പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ OET പഠനവും അതിൻ്റെ വിജയവുമെല്ലാം. ഞാൻ ആദ്യത്തെ തവണ എക്സാം എഴുതിയപ്പോൾ ഞാൻ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ടാണ് എഴുതിയത്. അതിലെനിക്ക് ആവശ്യമായ സ്കോർ ലഭിച്ചിരുന്നില്ല. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി എഴുതി. അതിലും എനിക്ക് ആവശ്യത്തിനുള്ള ഒരു സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാനസികമായി തന്നെങ്കിലും ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം എന്നുള്ള പ്രേരണയിൽ അധികം പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോയി. ഇനി ഈ സെൻറ്ററിലേക്ക് പരിശുദ്ധ അമ്മയും മാതാവേ ഇനി എനിക്ക് വരാൻ ഇടവരത്താക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. അതുപോലെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും തേന് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. പരീക്ഷ എഴുതിയതെന്ന് വെച്ചിരുന്നാൽ ഒത്തിരി ടഫായിരുന്നു. എനിക്ക് ആൻസറുകളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ പറഞ്ഞു തരുന്ന ആ ഒരു ഫീലിങ്ങോട് കൂടിയായിരുന്നു എക്സാം എഴുതിയിരുന്നിരുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അവർക്ക് എളുപ്പമുള്ള. എനിക്കും അതിൽ സ്പീക്കിംഗ് എന്നുള്ള മോഡ്യൂൾ കുഴപ്പമില്ലാത്തതിലായിരുന്നു. സ്പീക്കിങ്ങിൽ എന്തായാലും എനിക്ക് B കിട്ടും, ആ ഒരു കോൺഫിഡൻസോടുകൂടിയായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷേ അന്ന് എഴുതിയിരുന്ന എക്സാമിൽ വെച്ചാൽ ആ സ്പീക്കിങ്ങിൽ എനിക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ എനിക്കറിയില്ല, ഇനി എല്ലാം നിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ബാക്കി എല്ലാത്തിനും എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു ബാക്കി 2 പ്രാവശ്യം എഴുതിയപ്പോഴും കിട്ടാതെ ഇരുന്നിരുന്ന മോഡ്യൂൾ. ആ മോഡ്യൂളുകൾക്ക് കൃത്യം 350 മാർക്ക് മാത്രം തന്ന് നീ എന്നെ ജയിപ്പിച്ചാൽ മതി. ഇല്ല അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ മെറിറ്റ് ആണെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 350 മാത്രം മാർക്ക് മതിയെന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും പരിശുദ്ധ അമ്മ കൃത്യം 350 മാർക്ക് നൽകി അനുഗ്രഹിച്ചു. ഞാൻ കോൺഫിഡൻസോടുകൂടി എനിക്ക് കിട്ടും വിചാരിച്ചിരുന്ന സ്പീക്കിംഗ് എന്ന മോഡ്യൂളിന് എനിക്ക് 340 മാർക്ക്, അതായത് C+ എന്നുള്ള ഗ്രേഡാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ആഗ്രഹിച്ചിരുന്നത് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനൊക്കെ നമ്മൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കയറി കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവെ കൊടുത്തു നോക്കാം, ഇനി വേറെ ഏതെങ്കിലും രാജ്യത്തേക്കാണ് നീ എന്നെ പോകാൻ അനുവദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇതിലൂടെ വെളിവാകുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ OETയുടെ സ്പീക്കിങ്ങിന് റീവാലുവേഷൻ വേണ്ടി കൊടുത്തു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അത് കറക്റ്റ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞ 340 എന്നുള്ള ആ ഒരു മാർക്ക് തന്നെയായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും പരിശുദ്ധ അമ്മ തന്ന വിജയമാണ് എനിക്കുള്ളതെന്നുള്ള വിശ്വാസം എൻ്റെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡിസിഷൻ ലെറ്റർ എന്നുള്ള കടമ്പയായിരുന്നു. അതിൽ മാതാവ് കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കൃത്യമായ രീതിയിൽ സബ്മിറ്റ് ചെയ്യുവാനും 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കിട്ടുവാനും എനിക്ക് കൃപ ലഭിച്ചു. അതിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. ആദ്യമായിട്ട് OETയുടെ റിസൾട്ട് എഴുതി അതിൻ്റെ റിസൾട്ട് വന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ ആരാധനയും ധ്യാനവും എല്ലാം കൂടി കഴിഞ്ഞ് ആ ഒരു സന്തോഷം ലഭിക്കുകയുണ്ടായി. അതുപോലെ ഡിസിഷൻ ലെറ്റർ കിട്ടുന്നതാണെങ്കിലും എനിക്ക് ചൊവ്വാഴ്ച ദിവസമാണ് മെയിൽ വന്നിരുന്നത്. അതിനുശേഷം ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ ഇൻ്റർവ്യൂ എന്നുള്ള കടമ്പയും നമുക്ക് ജോബ് കിട്ടുക എന്നുള്ളതും. ആ ഒരു സമയത്ത് അയർലൻഡിലേക്കുള്ള പ്രോസസ്സിംഗ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇല്ലാണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏജൻസി വഴി നമുക്ക് പൈസ കൊടുത്തു പോകാം എന്നുള്ളൊരിതിൽ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏജൻസി വഴി 6 ലക്ഷം രൂപ അവർ പറഞ്ഞു. അപ്പം എനിവേ ഒന്നും കിട്ടാതിരിക്കുന്നതിലും ഭേദമല്ലേ അങ്ങനെ പോവുക, അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് നമുക്ക് HSCയിലേക്കൊക്കെ മാറി കയറാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പാസ്പോർട്ടിന് 2.5 വർഷം വാലിഡിറ്റി ഇല്ല. മിനിമം ഇൻ്റർനാഷണൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് 2.5 ഇയർ വാലിഡിറ്റി വേണമെന്നുള്ളത്. അപ്പോഴാകെ നിരാശയായി. ആ ഇൻ്റർവ്യൂ ഏജൻ്റ് ആണെങ്കിലും ഒത്തിരി ചീത്ത പറയുകയൊക്കെ ചെയ്തു. അപ്പോഴും എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും വളരെ നിരാശപ്പെട്ടു. അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു മാതാവ് വേറെ എന്തെങ്കിലും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് നമുക്ക് തന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉടനെ തന്നെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു. 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ട് കിട്ടി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വേറൊരു ഇൻ്റർവ്യൂ എനിക്ക് വന്നു. അത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. മറ്റേത് 6 ലക്ഷം രൂപ ഞാൻ കൊടുത്തു പോകേണ്ടിയിരുന്ന ആ സ്ഥാനത്ത് ഫ്രീ റിക്രൂട്ട്മെൻറ്റായി ഒരു പൈസ പോലും കൊടുക്കാണ്ട് മാതാവ് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ശരിയാക്കി തന്നു. ആ ഒരു ജോബിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നല്ല അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കതിന് ശേഷം
വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാതാവേ എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് നീ ഇത് തരണമെന്ന് പറഞ്ഞ്. ജനുവരി 26 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ്. അപ്പോൾ ഞാനത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 17 ഞാൻ VFSലേക്കുള്ള അപ്പോയിൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതും എല്ലാം. അപ്പോൾ എനിക്ക് ജനുവരി 23 എന്നുള്ള ഡേറ്റിൽ അതും ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് എനിക്ക് വിസ കൊറിയർ വന്നു എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. അതും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 20 പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ അയർലൻഡ് എന്ന രാജ്യത്തേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്ഥിരം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 2 സൈഡിലും കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒരു 2.5 വർഷത്തിന് ശേഷം മുമ്പ് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മരുന്നുകളൊന്നും കഴിക്കേണ്ടായി. മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് എനിക്കിപ്പോൾ 2.5 വർഷത്തോളമായിട്ട് ആ കിഡ്നി സ്റ്റോണിൻ്റേതായ വേറൊരു വേദനകളോ അസ്വസ്ഥതകളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അതിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് അലർജിപരമായ അസുഖങ്ങളുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടൊക്കെ പൊടി അടിച്ചാലൊക്കെ എപ്പോഴും തുമ്മൽ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും എൻ്റെ അസുഖങ്ങൾ മാറണേന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി മാറ്റങ്ങൾ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂലെടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തുമ്മിക്കൊണ്ടിരുന്ന എനിക്കിപ്പോൾ അങ്ങനെ ഒരു തുമ്മലില്ല. അതുപോലെ തന്നെ എനിക്ക് ബോഡി പെയിന്, സ്പൈനലിൻ്റെ ഡിസ്കിനൊക്കെ ചെറിയ ബൾജും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് മറയൊക്കെ എടുത്തപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് എപ്പോഴും തന്നെ വേദനയായിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കി പറയും, ഇന്ന് എവിടെയാണ് വേദന എന്ന് ചോദിക്കും. രാവിലെ എണീച്ച് വേദന ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വേദനകൾക്കിടയിലെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിക്കും. അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും മാതാവിൻ്റെ ഉപ്പിട്ട് ഉപയോഗിക്കുമ്പോഴെല്ലാം ആ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും. ഒരുപാട് മരുന്നുകൾ കഴിച്ചിരുന്നു. ഇപ്പോൾ ഞാനതെല്ലാം മരുന്നുകളെല്ലാം നിർത്തി പൂർണ്ണമായിട്ടും മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് ആ ഒരു രോഗസൗഖ്യവും മാതാവ് എനിക്ക് തന്നു. ഇതുകൂടാണ്ട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം പോലും പനി വന്നപ്പോൾ 104 ഡിഗ്രി പനിയായിരുന്നു. പെട്ടെന്ന് ഞാനൊരു നഴ്സാണെങ്കിൽ പോലും കൂടെ എനിക്ക് പെട്ടെന്നൊരു ഇതായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം കൊടുത്തു, അതായത് കുരിശ് വരച്ചു, അതുപോലെ തേനും കൊടുത്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മോൻ്റെ അത് പനി മാറി. അന്നേരം അവൻ പ്രത്യേകം പറഞ്ഞു, അമ്മ സാക്ഷ്യം പറയുമ്പോൾ അമ്മ ഇതും കൂടെ പറയണം, എൻ്റെ പനി മാതാവ് കുറച്ച് തന്നത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും തേനും ഒക്കെയാണ് ഞാൻ ആദ്യമേ കൊടുക്കാറ്. അതിലൂടെയൊക്കെ ഒത്തിരി സൗഖ്യങ്ങളും എല്ലാ നന്മകളും മാതാവ് തന്ന് അനുഗ്രഹിക്കുന്നു. വേറൊരു കാര്യമെന്ന് പറയാനുള്ളത്, മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പം അതായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുക. ഞങ്ങളുടെ വീട്ടിലെ കുഴൽക്കിണറിൻ്റെ മോട്ടർ 2 ദിവസമായിട്ട് അടിച്ചു. ഹസ്ബൻഡ് അത് ഓഫാക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതെന്തായാലും കേടായി പോയിട്ടുണ്ടാകും എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവ് നോക്കിക്കോളും എന്ന്. അതേപോലെ തന്നെ രണ്ടാമത് പിന്നെ അത് വന്ന് ഓഫാക്കി പിന്നീട് അടിച്ചു നോക്കിയപ്പോൾ ഒരു കേടുപാടും കൂടാണ്ട് അത് എങ്ങനെ അത് സംഭവിച്ചെന്ന് അറിയത്തില്ല. നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പം 2 ദിവസമൊക്കെ ഓഫാക്കാണ്ട് ഒരേ ഇതിലടിച്ചത് എന്തായാലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെയും മാതാവിൻ്റെ ഒരു കരുതൽ ഞാൻ കാണുകയാണ്. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് ഒത്തിരിയേറെ നേരത്തെ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ തന്നെയായിരുന്നു ഞാൻ വളർന്നിരുന്നിരുന്നത്. എങ്കിൽ കൂടിയും പരിശുദ്ധ അമ്മയോട് കൂടുതൽ ആഴപ്പെടുവാനും എനിക്ക് സാധിച്ചു. കൂടുതൽ ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. ബൈബിൾ വായനയിൽ ഞാൻ സൗദിയിലായിരുന്ന സമയത്തെല്ലാം നേരത്തെ മുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. ഇതിനകം 5 തവണ പരിശുദ്ധ സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായും വായിക്കുവാനുള്ള കൃപ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ ഉപവാസം എടുക്കുമ്പോൾ എൻ്റെ ഒരു അക്രിസ്തീയായ കൂട്ടുകാരി പറയുമായിരുന്നു, അവൾ 24 hours ഉപവാസം എടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കെ എന്തുകൊണ്ട് എനിക്ക് 24 hours ഉപവാസം എടുത്തുകൂടാന്ന്. അപ്പോൾ അങ്ങനെ അതിനുശേഷം അവളുടെ ആ ഒരു ഇത് കേട്ടതിന് ശേഷം ഞാനും അങ്ങനെ 24 hours ആഴ്ചയിലെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉപവാസം എടുക്കാൻ വേണ്ടി തുടങ്ങി. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ആദ്യത്തെ ഇതിൽ എനിക്ക് എല്ലാവരും പറയുന്ന പോലെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് എടുത്തപ്പോൾ. പക്ഷേ പിന്നീട് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പം മുതൽ നമുക്ക് 3 കെട്ടുന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഞാൻ 4 കെട്ടും 5 കെട്ടും ഒക്കെ ആയിട്ട് മേടിച്ച് അങ്ങനെ കൊടുക്കുമ്പോഴാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എല്ലാ പേപ്പറിലും പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അത് ഞാൻ കൊടുക്കുന്നവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാൻ എന്നെ ഇടയാക്കണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കാറ്. അതുപോലെ അനാഥാലയത്തിൽ പോകും അമ്മമാർക്ക്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ അനാഥ മന്ദിരമുണ്ട്. അവിടെ പോയി അവിടെയുള്ള അമ്മമാർക്ക് നഖം മുറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അവരുമായിട്ട് സംസാരിക്കും. അവർക്കത് ഒത്തിരി വലിയ സന്തോഷമാണ്. ഒരാഴ്ചയിൽ 2 ആഴ്ച കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർ ചോദിക്കും, എന്തു പറ്റി മോളെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആ അമ്മമാർക്കെല്ലാം ഒരു ആശ്വാസം പകരുവാൻ മാതാവിനെ ഇടയാക്കി.
അതോടൊപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ കേട്ടും പരമാവധി സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കണ്ടതിന് ശേഷം എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അഥവാ കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ പറ്റുന്ന അവസരത്തിൽ തന്നെ അത് കാണും. അതുപോലെ 2022 ശേഷം ഞാൻ എൻ്റെ വാട്സപ്പിൽ മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് ഇന്ന് വരെ ഇട്ടിരിക്കുന്നത്. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള പ്രൊഫൈൽ പിക്ചറുകളായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ പ്രൊഫൈൽ പിക്ചറാണ്, അതുപോലെ മൊബൈലിലാണെങ്കിലും എൻ്റെ വാൾപേപ്പറും പരിശുദ്ധ അമ്മയുടെ ഈ രൂപമാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കാനും എല്ലാം മാതാവിനെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി തന്ന ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള കാലം മുഴുവനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിത്യജീവനിലേക്ക് എന്നെ നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഉടമ്പടി എടുത്ത് അത് 3 മാസം കറക്റ്റ് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഞാനത് കണ്ടിന്യൂ ചെയ്താണ് പോകാറുള്ളത്. 2022 മുതൽ ആ ഒരു കറക്റ്റ് 30 ദിവസം കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പം അസൗകര്യം മൂലം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ അന്ന് രണ്ടാമത് ഞാൻ പുതുക്കിയ ആ സമയം തൊട്ട് ഇന്ന് വരെ കൃത്യമായി തന്നെ അത് പാലിച്ചു പോരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1:7 കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രിൻസി എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തത എത്ര കണ്ട് പുലർത്തുന്നുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ OET പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൽ ആശ്രയിച്ച് ജീവിതം തുടങ്ങിയതിനെയാണ് സൂചിപ്പിച്ചത്. അത് അമ്മയിൽ ആശ്രയിച്ച് 3ാമത്തെ തവണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയോട് ചോദിച്ചു പോകുന്ന അതേ മാർക്കുകൾ ലഭിച്ച് OET ക്ലിയർ ചെയ്യുന്നത് മകൾ സൂചിപ്പിക്കുന്നു. വിദേശത്ത് പോകുവാനുള്ള വിസ പ്രോസസ്സ് നടത്തുമ്പോഴും ആദ്യം എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ശരിയായി വരികയും 6 ലക്ഷം രൂപയ്ക്ക് പോകുവാനുള്ള കാര്യങ്ങൾ തയ്യാറാകുമ്പോഴാണ് പാസ്പോർട്ടിൽ 2.5 വർഷത്തെ കാലാവധി ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അത് ആ വിദേശ യാത്ര മുടക്കിയെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് ശരിയാക്കിയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് പൈസയൊന്നും കൊടുക്കാതെ വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുക്കുന്നു. ചെറിയ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ വലിയ നന്മകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു സന്ദേശം മകളുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. പലതവണ പരാജയത്തിലേക്ക് നാം മാറുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച ജീവിതത്തെ വിശ്വസ്തതയിൽ മുന്നോട്ട് നയിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളെ സുനിശ്ചിതമായി കൈപിടിച്ച് വിജയത്തിലേക്ക് എത്തിക്കുമെന്നും മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മകളുടെ വാക്കുകളിൽ രോഗത്തിനുള്ള സൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ആത്മീയ ജീവിതം എങ്ങനെ വളർന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വചനവായനയിലുള്ള പ്രത്യേകമായ താല്പര്യത്തെ, പ്രാർത്ഥനയിലുള്ള സ്ഥിരതകളെ, അതുപോലെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തത്തെ ഒക്കെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആരോഗ്യവും സൗഖ്യവും നേടുന്നതിനെക്കുറിച്ചും അമ്മ മാതാവിൽ ആശ്രയിച്ച് കുടുംബത്തിൻ്റെ ഏതൊരു കാര്യത്തെയും സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനും സമാധാനത്തിനും കുടുംബത്തിൻ്റെ ജീവിതം നന്നായി മുന്നോട്ട് നയിക്കുന്നതിനും ഉപകാരപ്പെടുന്നതിനും കാരണമാകുന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ വാക്കുകളിൽ നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി ജീവിതം അത് ദൈവപരിപാലനയുടെ ജീവിതമാണെന്ന്, ക്ലേശങ്ങളിൽ നമുക്ക് ആശ്വാസം പകരുന്ന വലിയ സംരക്ഷിത വലയമായി അമ്മയിലുള്ള ആശ്രയത്തെ നമുക്ക് മാറുന്നു എന്ന സന്ദേശമാണ് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.